രാജ്യത്തുടനീളം ആഘോഷിക്കുന്ന ഒരു ഹൈന്ദവ ആഘോഷമാണ് ധൻതേരസ് അഥവാ ധനത്രയോദശി. ആശ്വിന മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശിയാണ് ധനത്രയോദശിയായി ആചരിക്കുന്നത്. അന്നാണ് ഭഗവാൻ ധന്വന്തരിയുടെ ആവിർഭാവ ദിനം. പാലാഴി കടഞ്ഞപ്പോൾ അമൃതകുംഭവുമായിട്ടാണ് ഭഗവാൻ ധന്വന്തരി ഉയർന്നു വന്നതെങ്കിൽ അന്നേ ദിവസം തന്നെയാണ് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അതിദേവതയായ ലക്ഷ്മി ദേവിയും പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നതെന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ അതേ ദിവസം ധൻതേരസും ആഘോഷിക്കുന്നു. സച്ചിതം ഫോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാലക്ഷ്മിയെയും കുബേരനെയും ആരാധിക്കാനും ഐശ്വര്യവും അനുഗ്രഹവും നേടാനും അനുയോജ്യമാണ് ഈ ദിനം. ഉത്തരേന്ത്യക്കാർ ധന്വന്തരി ദേവനെ ആരാധിക്കുന്ന ഒരു ഉത്സവമാണ് ധൻതേരസ്. ധന്വന്തരി ഭഗവാൻ സന്തോഷവും സമൃദ്ധിയും നൽകുന്നുവെന്നാണ് വിശ്വാസം. എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശിയിലാണ് വിശ്വാസികൾ ഈ ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുന്നത്. ദീപാവലി ആഘോഷത്തിന്റെ തുടക്കമാണ് ധൻതേരസ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ദീപാവലിയുടെ ആരംഭമാണിത്. ധനത്രയോദശി അഥവാ ധൻതേരസ് എന്ന വാക്ക് 2 വാക്കുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ധൻ എന്നാൽ സമ്പത്ത് എന്നും തേരസ് എന്നാൽ ചന്ദ്രചക്രത്തിന്റെ 13ാം ദിനം എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഭക്തർ ഈ ദിനത്തിൽ ധനത്തിന്റെ അധിപനായ കുബേരനെയും മഹാലക്ഷ്മിയെയും ആരാധിക്കുന്നു. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ ഈ ദിവസം വാങ്ങുന്നത് സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് വിശ്വാസം. സ്ഥിരരാശി ലഗ്നം വരുന്ന പ്രദോഷകാലമാണ് ധൻതേരസിലെ ലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം. സ്ഥിര എന്നാൽ സ്ഥിരമായത്, അതായത് ചലിക്കാത്തത് എന്നർത്ഥം. സ്ഥിരലഗ്നത്തിൽ ധനതേരസ് പൂജ നടത്തിയാൽ ലക്ഷ്മി വീട്ടിൽ താമസിക്കും. അതിനാൽ ഈ സമയം ധൻതേരസ് പൂജയ്ക്ക് ഏറ്റവും മികച്ചതാണ്. ചരം, സ്ഥിരം, ഉഭയം എന്നിങ്ങനെ രാശികൾ മാറി മാറി വരുന്നു. ഈ വർഷം ധൻതേരസ് ഒക്ടോബർ 18 ശനിയാഴ്ചയാണ് വരുന്നത്. ത്രയോദശി തിഥി ഒക്ടോബർ 18 ഉച്ചയ്ക്ക് 12:18 ആരംഭിച്ച് അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:51 അവസാനിക്കും. രാത്രി 7:17 മുതൽ 8:19 വരെയാണ് ധൻതേരസ് മുഹൂർത്തം. ഇന്നേ ദിവസം പുതുതായി വാങ്ങിയ ഉപ്പ് പറമ്പിൽ വിതറുന്നത് നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ശുഭദിനം.